പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കുഴി ബോംബുകളെക്കുറിച്ച് അവബോധം നൽകാനുള്ള ഒരു കഥ കേൾക്കൂ. പുതിയ കാൽവയ്പ്. മക്കളെ, സൂക്ഷിച്ചു പോണേ, അവിടൊക്കെ അപകടമാണ്. അമ്മമാൻ മക്കളോട് പറഞ്ഞു. നീലമലയുടെ താഴ്വരയിൽ പുല്ലു തിന്നാൻ പോകുന്ന കുഞ്ഞുങ്ങളെ നോക്കി അമ്മ ആശങ്കയോടെ പറഞ്ഞു, എവിടെയൊക്കെയാണോ മനുഷ്യരുടെ ചതി ഒളിഞ്ഞിരിക്കുന്നത്. അവിടെയുള്ള മൃഗങ്ങൾക്ക് തങ്ങൾ ജനിച്ചു വളർന്ന കാട് വല്ലാത്ത ആശങ്ക നൽകുന്ന ഒന്നാണ്. അവരുടെ പ്രിയപ്പെട്ട ജന്മദേശം അവരെ ഭയപ്പെടുത്തുന്ന പ്രദേശമായി മാറിയിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ തമ്മിൽ നടന്ന യുദ്ധത്തിനിടയിൽ അവിടെവിടെയായി മണ്ണിൽ കുഴിച്ചിട്ട കുഴി ബോംബുകൾ പലപ്പോഴും കാട്ടിലെ നിഷ്കളങ്കരായ മൃഗങ്ങളുടെ ജീവനെടുത്തു. ചിലർക്ക് അംഗഭംഗമുണ്ടായി. സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ ഇപ്പോഴും അന്നത്തെ അവശിഷ്ടങ്ങൾ പണിതരും. ഇതിനെന്താണ് പരിഹാരം? മൃഗങ്ങൾ തല പുകഞ്ഞ് ആലോചിച്ചു. വനത്തിലെ മുതിർന്ന ആനയായ ഗജേന്ദ്രൻ ഒരു സുപ്രധാന തീരുമാനം അറിയിച്ചു. സ്ഥിരോത്സാഹത്തോടെ മടികൂടാതെ വിപത്തിനെ നേരിടുക. ഗജേന്ദ്രന്റെ നേതൃത്വത്തിൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒത്തുചേർന്നു. ചതുരൻ കുറുക്കൻ അപകടകരമായ പ്രദേശങ്ങൾ കണ്ടെത്താനുള്ള മാപ്പുകൾ തയ്യാറാക്കി. പരുന്തുകൾ ആകാശത്ത് നിന്ന് മണ്ണ് ഇളകിക്കിടക്കുന്ന ഇടങ്ങൾ നിരീക്ഷിച്ചു. കരുത്തനായ കരടൻ കരടി അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മരക്കമ്പുകൾ കൊണ്ട് വേലി കെട്ടി അടയാളപ്പെടുത്തി. അപരിചിതമായ വസ്തുക്കളിൽ തുടരുത്, അടയാളപ്പെടുത്തിയ പാതയിലൂടെ മാത്രം സഞ്ചരിക്കുക എന്ന് തത്തകൾ കാട് മുഴുവനും ബോധവൽക്കരണം നടത്തി. ഇടയ്ക്ക് കനത്ത മഴ പെയ്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളവ മാഞ്ഞുപോയെങ്കിലും മൃഗങ്ങൾ തളരാതെ തങ്ങളുടെ ദൗത്യം തുടർന്നു. സ്ഫോടക വസ്തുക്കൾ മൂലം പരിക്കേറ്റ മൃഗങ്ങളെ പരിചരിക്കാൻ മുയൽ വൈദ്യന്റെ നേതൃത്വത്തിൽ പ്രത്യേക കേന്ദ്രം തുറന്നു. മൃഗങ്ങളുടെ കൂട്ടായ പരിശ്രമവും നിശ്ചയദാർഢ്യവും ഒടുവിൽ ഫലം കണ്ടു. കാലക്രമേണ പ്രദേശം പൂർണ്ണമായും സുരക്ഷിതമായി മാറി. ഭയമില്ലാതെ ഓടി നടക്കാവുന്ന ഒരു ലോകം അവർ കെട്ടിപ്പടുത്തു. ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന് എന്തും സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് മൃഗങ്ങൾ പുതിയൊരു വെളിച്ചത്തിലേക്ക് ചുവടുവെച്ചു.